വൈറ്റ് ഹൗസിനും ഇസ്രയേലിനും ഒരേപോലെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻഡ്സെ ഗ്രഹാം എന്നതിൽ യാതൊരു സംശയവുമില്ല. അവിരാമമായി തുടരുന്ന ഗാസയിലെ യുദ്ധക്കെടുതികൾ അവസാനിക്കാൻ അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പാലസ്തീന് മുകളിൽ ഒരു ബോംബ് വർഷിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമായിരിക്കും ഇത്. അങ്ങനെയായിരുന്നു അമേരിക്ക രണ്ടാം ലോക യുദ്ധം അവസാനിപ്പിച്ചതും. ഹിരോഷിമയും നാഗാസാക്കിയും വെണ്ണീറായതോടെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഇസ്രയേലിന്റെ മുന്നിലുള്ള എളുപ്പമാർഗം അതാണ്. പ്രധാനമായും അത് നമുക്ക് ന്യായീകരിക്കാവുന്നതേ ഉള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. ഇതെന്തൊരു ക്രൂരതയാണെന്ന വിലയിരുത്തലും നിലനിൽക്കാം. എന്നാൽ അങ്ങനെ കരുതുന്നത് തീർത്തും മണ്ടത്തരമാണ്. സമകാലീന ലോകത്ത് രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ ജനത്തെക്കുറിച്ചോ രാജ്യത്തെക്കുറിച്ചോ ചിന്തിക്കുന്നവരല്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർക്ക് രാഷ്ട്രീയം എന്നത് സ്വന്തം കാര്യങ്ങൾ സാധിക്കാനുള്ള ഉപാധി മാത്രമാണ്. ഗാസയുടെ വിസ്തീർണം 165 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ബോംബ് വർഷിച്ചാൽ അതിന്റെ അനുപ്രസരണം കാരണം ഇസ്രയേൽ ജനത പൂർണ്ണമായും നശിച്ചു പോകുമെന്നാണ് ഗ്രഹാമിന്റെ അഭിപ്രായം. ഇറാനിലും പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ട് തങ്ങളുടെ മേൽ ബോംബ് വർഷം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചാണ് അവർ പ്രധാനമായും ചിന്തിക്കുന്നത്. ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതും ഉപയോഗിക്കുന്നതും കുറ്റകരമാണെന്ന് ഖുമേനിയുടെ ഫത്വ കലോചിതമായി പരിഷ്കരിക്കുന്നതാണ്. യാഥാസ്ഥിതിക കക്ഷിയുടെ പാർലമെന്റ് അംഗവും സുപ്രീം നാഷണൽ കൗൺസിൽ ഭാരവാഹിയുമായ കരീം ഖുദ്ദൂസ് വ്യക്തമാക്കിയിരുന്നു. ഖുമേനിയുടെ ഫത്വ നീക്കം ചെയ്താൽ ഇറാന് ഒരാഴ്ച കൊണ്ട് ആണവായുധം പരീക്ഷിക്കാൻ കഴിയും. ഇറാന്റെ വിദേശ ബന്ധങ്ങൾ നിയന്ത്രിക്കുന്ന സ്ട്രാറ്റജിക് കൗൺസിൽ തലവനായ കമാൽ ഖറാസിന്റെയും തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരുന്നു. നമ്മുടെ രാജ്യം ഒരു ആണവ ഭീഷണി നേരിടുന്ന പക്ഷം താമസം വിനം നാം നമ്മുടെ ആണവായുധം പുനഃപരിശോധിക്കണമെന്നാണ് ഇറാൻകാരനായ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ എളുപ്പം തള്ളിക്കളയാൻ ഒരിക്കലും കഴിയില്ല. അതിന് പിന്നിലെ പ്രധാന കാരണം ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഡയറക്ടർ റഫേൽ ഗ്രോസി പ്രധാനമായി പറയുന്നത് ഇറാന്റെ വശം ധാരാളം ബോംബുകൾ ഉണ്ടാകാനുള്ള സമ്പുഷ്ട യുറേനിയം ഉണ്ടെന്ന്, കൂടാതെ ഫത്വ ഹൈപ്പർസോണിക് മിസൈലുകൾ 2000 കിലോമീറ്റർ അകലത്തിൽ ആണവായുധം തൊടുത്തുവിടാനായി രൂപകൽപ്പന ചെയ്തെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ ഉന്നം വെച്ച് പാകപ്പെടുത്തിയതാണ്. അതിന് പിന്നിലെ കാരണം മേഖലയിൽ ബോംബുകൾ കൈവശമുള്ള ഏക രാജ്യം ഇസ്രയേലാണ്. അവർ ചുറ്റുപാടുള്ള രാഷ്ട്രങ്ങളെയും ജനതയും സദാ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതിന് തടയിടണമെന്നതാണ് മേഖലയിലെ രാഷ്ട്രങ്ങളുടെ പൊതുവായ ഒരു താല്പര്യം എന്നത്. അതിന് കഴിവും സന്നദ്ധയുമുള്ള ഏക രാഷ്ട്രം എന്നത് ഇറാനാണ്. ഈയിടെ ടൈംസ് ഓഫ് ഇസ്രയേലിൽ അമീർ ബാർ ഷാലോം പുതിയ ആണവ സൂചനകൾ എന്ന തലക്കെട്ടിൽ പുതിയ ലേഖനത്തിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നടക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ആണവായുധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ ഇറാൻ നേരത്തെ കാണിച്ചിരുന്ന അവ്യക്തത ഇപ്പോഴില്ലെന്നും വേണ്ട സന്ദർഭത്തിൽ ഇറാൻ ബോംബ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുമെന്നും ലേഖകൻ ഉന്നയിക്കുന്നുണ്ട്. അതുതന്നെ സുപ്രീം ലീഡറുടെ സീനിയർ ഉപദേശകനായ കമാൽ ഖറാസി പത്രങ്ങളോട് പ്രധാനമായി പറഞ്ഞിട്ടിരുന്നത് ഞങ്ങൾ ബോംബ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടില്ല, എന്നാൽ രാജ്യം ആക്രമണത്തിന് വിധേയമായാൽ അങ്ങനെ ചിന്തിക്കേണ്ടി വരും എന്നായിരുന്നു. 2024 ജൂൺ 16 ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അഡ്വൈസറി ഗ്രൂപ്പ് യോഗം വൈറ്റ് ഹൗസിൽ നടക്കുകയുണ്ടായി. US ദേശീയ സുരക്ഷാ ഉപദേശകൻ ജെയ്ക്ക് സൂളിവാൻ, വിദേശകാര്യമന്ത്രി ആന്റണി ബ്ലിങ്കൻ, ഇസ്രയേൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഷജി ഹനഗ്ബി, നയതന്ത്ര കാര്യമന്ത്രി റോൺ ഡെർമർ എന്നിവരുടെ ചർച്ച പ്രധാനമായും ഊന്നൽ നൽകിയത് ഇറാന്റെ ബോംബ് നിർമ്മാണത്തിലായിരുന്നു. ഇറാൻ ആണവശക്തിയായി മാറുന്നത് തടയണമെന്നതിൽ എല്ലാവരും യോജിക്കുകയും ചെയ്തു. ഇറാൻ യഥാർത്ഥത്തിൽ ആണവ നിയന്ത്രണ കരാറിൽ അംഗമാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ കരാർ അനുസരിച്ചുള്ള ബാധ്യതകളെല്ലാം പാലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര ആണവ ഏജൻസി ഇറാന്റെ ആണവ പരിപാടികൾ പലതും രഹസ്യമാണെന്നും അവയുടെ സൈനിക സാധ്യതകൾ അന്വേഷണ വിധേയമാകണമെന്നും നിർബന്ധിച്ചപ്പോഴാണ് 2010 സെക്യൂരിറ്റി കൗൺസിൽ ഉപരോധം പ്രധാനമായും ഏർപ്പെടുത്തിയത്. ഇതിനെ തുടർന്ന് ഇറാന്റെ ആണവ സാങ്കേതികവിദ്യ ആറ്റമിക് ഏജൻസിയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെ ഇറാന്റെ എല്ലാവിധ ആണവ സാങ്കേതിക പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2018 ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി ഇറാന്റെ ആണവ കരാർ റദ്ദു ചെയ്തത്. ആണവ രംഗത്ത് വന്ന സാങ്കേതിക മുന്നേറ്റങ്ങൾ സ്വന്തമാക്കിയാൽ ഇത് ഇറാന് വളരെയധികം സഹായകരമായി. ഇപ്പോൾ IAEA വെളിപ്പെടുത്തുന്നത് ഇറാൻ ബോംബ് നിർമ്മാണത്തിന്റെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നുവെന്നാണ്. ഇന്ന് ഇറാനിൽ 1 ഡസനോളം സ്ഥലങ്ങളിൽ ആണവായുധ സംബന്ധമായ ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം തകൃതമായി നടക്കുന്നത് തതാൻസിയിലാണെന്നാണ് വിലയിരുത്തുന്നത്. അറബിക്കടൽ തീരത്തുള്ള ബുഷഹറാണ് ആണവ ഗവേഷണ കേന്ദ്രമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ അതിന്റെ ആണവ സിദ്ധാന്തം മാറ്റുന്ന പ്രക്രിയയിലാണെന്നും വിലയിരുത്തുന്നു. തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അതേ മാർഗമുള്ളൂ എന്ന് ഭൂരിപക്ഷം ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നതായി മനസ്സിലാകുന്നുണ്ട്. 2024 ഒക്ടോബർ 8 തെഹ്റാൻ ടൈംസ് പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിന്റെ തലക്കെട്ടെന്നതും ആണവായുധങ്ങൾക്കായി മുറവിളികൾ ഉയരുന്നുവെന്നായിരുന്നു. 70% ഇറാനികളും അണുബോംബ് കൈവശം വേണമെന്ന അഭിപ്രായമുള്ളവരാണ് നിലനിൽക്കുന്നതും.